കനത്ത മഴയെ തുടർന്നുള്ള വാർത്തകൾ തന്നെയാണ് മറ്റുള്ളതും. കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട് ഹെക്ടർ കണക്കിന് വാഴത്തോട്ടമാണ് വെള്ളത്തിലായത്. ഓണത്തോട് അടുപ്പിച്ച് വിളവെടുക്കേണ്ട കുലച്ച നേന്ത്രവാഴക്കുലകളാണ് വെള്ളത്തിൽ കിടന്ന് ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്നത്. മാവൂർ, പെരുവയൽ, ചാത്തമംഗലം പഞ്ചായത്തുകളിലെല്ലാം കർഷകർ കടുത്ത പ്രതിസന്ധിയിലാണ്. ചതിക്കാനില്ല, ലോണത്തിലൊക്കെ വാങ്ങുന്നത്. അവിടെ പോകുമ്പോൾ ലോണത്തിൻ്റെ ഉണ്ടാക്കാനില്ല. ഇതിങ്ങനെ ഒരു കൊല്ലം നയിപ്പത് കിട്ടിയാൽ നല്ല ലാഭമാണ്. കിട്ടിയിട്ടാൽ ഇത് കിട്ടിയാൽ കിട്ടാത്ത പ്രശ്നമത്. ഇപ്പോൾ കിട്ടാനുള്ളപ്പോൾ അത് എന്തോ ഗവൺമെന്റ് കിട്ടിയാൽ കശിയാവും, ഇത്രയുള്ളൂ, വേറെ ഒന്നുമില്ല. ഒരു കൊല്ലം നയിപ്പാ. ചില കഴിഞ്ഞ മോശം വലിയ വെള്ളമില്ലേ, വലിയത് വന്നില്ലേ, അതിന് മുമ്പത്തോലും ഒറ്റ ഈ കൊല്ലം ഇങ്ങനെയാണ് പെയ്യുന്നത്, പറ്റപ്പോയി ഒന്നും കിട്ടാത്തൊരു ഇതാണ് വരുന്നത്. നേന്ത്രക്കായയ്ക്ക് കിലോയ്ക്ക് 40 രൂപ വിലയുണ്ട്. ഓണക്കാലം അടുപ്പിച്ച് കുല വെട്ടേണ്ട നേന്ത്രവാഴകളാണ് ഒരാഴ്ചയിലധികമായി വെള്ളത്തിൽ കിടക്കുന്നത്. വായ്പയെടുത്തും ആഭരണങ്ങൾ പണയപ്പെടുത്തിയുമൊക്കെ നേന്ത്രവാഴ കൃഷിയിലേക്ക് തിരിഞ്ഞവരുടെ പ്രതീക്ഷകളെയാണ് കാലവർഷം തച്ചുടച്ചത്. ഏകദേശം ഒരു 8-9 ദിവസം ആയി വെള്ളത്തിൽ കിടക്കുകയാണ്. ഇതുവരെ അതിനൊരു കുറവും വന്ന് ഇപ്പോഴും വെള്ളം കയറിക്കൊണ്ടിരിക്കുക. പിന്നെ പോരാത്ത ഞങ്ങൾ ഈ ലോൺ എടുക്കും ബാങ്കുകളിൽ നിന്ന്. ആ ബാങ്കിൽ തിരിച്ചടവ് ചെല്ലുന്നില്ല. പല ആളോടും തിരിഞ്ഞിട്ടാണ് ഇതിപ്പോൾ അടച്ചിട്ട് പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ ഓർഡിയായ പിന്നെ തീരെ ലോൺ തരൂല അവർ. പോരാതെ ഞങ്ങൾ ഇത് ഇൻഷൂർ ചേർത്തണം. 3 കൊല്ലം ആയിട്ട് ഇൻഷൂറുകളൊന്നും ലഭിക്കുന്നില്ല. ഇപ്പം വരും പറയുന്നല്ലാതെ ഒരു കാര്യങ്ങളും ആരും പറയുന്നില്ല. മാവൂർ, പെരുവയൽ, ചാത്തമംഗലം പഞ്ചായത്തുകളിലെ വാഴകൃഷി പൂർണ്ണമായും പ്രളയം വിഴുങ്ങി. മൂപ്പത്താത്ത വാഴക്കുലകൾ വെട്ടിയെടുത്തിട്ടും പ്രത്യേകിച്ച് ഗുണമില്ല. വെള്ളം കയറിയ കൃഷിയിടത്തിലേക്ക് നോക്കി നെടുവീർപ്പിടാനേ കർഷകർക്ക് കഴിയുന്നുള്ളൂ. കർഷകരുടെ ഒരു വർഷത്തെ അധ്വാനത്തിന്റെ പ്രതീക്ഷകളാണ് ഈ വെള്ളത്തിൽ കിടക്കുന്നത്. ഓണക്കാലമാകുന്നതോടെ വെട്ടാൻ പാകമായ കുലകളാണ് പൂർണ്ണമായും മഴക്കെടുതിയിൽ നശിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമറാമാൻ സ്വരൂപ് നിവേദ്യയ്ക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്.